പുളിങ്കറി ചോറിനൊപ്പം നമുക്ക് വിളമ്പാവുന്നത് ഒരു ഒഴിച്ചുകൂട്ടാനാണ്. ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയുടെ കൂടെ നമുക്ക് കഴിക്കാം. വ്യത്യസ്ത രീതിയിൽ ചേമ്പിൻ്റെ തണ്ട് അല്ലെങ്കിൽ ചേമ്പിൻ താള് കൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചേമ്പിൻ താള് തണ്ടോടുകൂടി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇല മുറിച്ച് മാറ്റുക. എന്നിട്ട് തണ്ടിൻ്റെ പച്ച നിറത്തിലുള്ള തൊലി ഇതുപോലെ നന്നായിട്ട് എടുത്ത് കളയുക. പച്ച തൊലി തണ്ടിൽ നമുക്ക് കാണാൻ പാടില്ല. ചിലപ്പോൾ അത് നാക്കിൽ ചൊറിയൊക്കെ ചെയ്യും. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് പച്ചത്തൊലി നന്നായിട്ട് എടുത്ത് കളഞ്ഞിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കുക. കഴുകി വൃത്തിയാക്കിയ തണ്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അധികം വണ്ണമില്ലാത്ത തണ്ടാണെങ്കിൽ ഇതുപോലെ മുറിച്ചെടുക്കുക. കുറച്ചും കൂടെ വലിയ തണ്ടാണെങ്കിൽ പകുതിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. കഷ്ണങ്ങൾ അവരവരുടെ സ്വാദിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് ഏകദേശം ഒരു 3 കപ്പോളം തണ്ട് എടുത്തിട്ടുണ്ട്. ഇത് വേവിക്കുമ്പോൾ നന്നായിട്ട് ചുരുങ്ങിപ്പോവും. അതിനാദ്യം ഒന്ന് വറുത്തെടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ചുമന്ന മുളകിട്ട് നല്ലോണം വറുക്കുക. ഒന്ന് നന്നായിട്ട് പൊങ്ങി വരുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കുക. മുളക് നന്നായിട്ട് ഇത് പഫ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് നല്ല ചുമക്ക വറുത്തെടുക്കുക. മുളകിൻ്റെ എരിവ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ആവശ്യത്തിനുള്ള എരിവുള്ള പുളിങ്കറിയായിട്ട് കിട്ടും. നല്ല എരിവുള്ള മുളകുമാണ്. ഇപ്പം എരിവ് കുറവാണെങ്കിൽ മുളകിൻ്റെ നമ്പർ കൂട്ടുക, ഇല്ലെങ്കിൽ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കുറയ്ക്കുക. ഉലുവ നന്നായിട്ടൊന്ന് ചുമന്ന് വരുമ്പം, കൂടുതൽ കരിഞ്ഞു പോകരുത്, ചുമന്ന് വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് തേങ്ങയുടെ കൂടെ 2 കപ്പ് തേങ്ങയുടെ കൂടെ അരച്ച് മാറ്റി വയ്ക്കുക. ഒരു 2 കപ്പ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ അളവിലുള്ള പുളി 2-2.5 കപ്പ് വെള്ളത്തിൽ നല്ലോണം പിഴിഞ്ഞൊഴിച്ച് വീണ്ടും നല്ലോണം തിളപ്പിച്ചെടുക്കുക. പുളിയുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം തിളപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. നന്നായിട്ട് തിളച്ച് കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട്, ഉലുവയും ചുമന്ന മുളകും വറുത്തത്, 2 കപ്പ് തേങ്ങയിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. അതും കൂടെ ചേർത്ത് തീ കുറച്ചിട്ട് വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാനായിട്ട്. ഇത് നമ്മൾ കൂട്ട് ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. നല്ലോണം പതഞ്ഞ് വരാനേ പാടുള്ളൂ പുളിങ്കറി ഒരിക്കലും തിളപ്പിക്കരുത്. ചെറു തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുന്നവരെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഉടനെ താളിച്ചും കൂടെ നമുക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ കടുക് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. താളിച്ചൊഴിച്ച ഉടനെ ഒരു അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കുക 2 മിനിറ്റത്തേക്ക്. അതിൻ്റെ മണം നല്ലോണം എല്ലായിടത്തിലും കിട്ടാനാണ് അടച്ച് വയ്ക്കുന്നത്. 2 മിനിറ്റിന് ശേഷം നല്ലോണം ഇളക്കി നമുക്കിത് ചോറിനപ്പം ആണെങ്കിലും വിളമ്പാം, ഇല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, ഉപ്പുമാ, ഇതിൻ്റെ 3ൻ്റെ കൂടെ ഞങ്ങൾ കഴിക്കുന്ന ഒഴിച്ചുകൂട്ടാനാണ്. വളരെ സ്വാദിഷ്ടവുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ചേമ്പിൻ്റെ ചെടിയുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകൂട്ടാനാണ്. വേറെ കഷ്ണങ്ങളൊന്നും ഇതിന് ആവശ്യവുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.